കൊച്ചി സ്മാർട്ട് സിറ്റിക്ക് തിരശീല വീഴുന്നു. 2 പതിറ്റാണ്ട് കേരളത്തിലെ യൂത്തിനെ മോഹിപ്പിച്ച പദ്ധതിക്കാണ് അന്ത്യമാവുന്നത്. കരാർ ഒപ്പിട്ട് 13 വർഷം കഴിഞ്ഞിട്ടും പദ്ധതിക്ക് ഒരു പുരോഗതിയും ഉണ്ടായിരുന്നില്ല. നമുക്ക് പരിശോധിക്കാം സ്മാർട്ട് സിറ്റിയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ. ഈ സ്മാർട്ട് സിറ്റി ആരംഭിക്കുന്നത് അന്ന് UDF ഭരിക്കുന്ന സമയമാണ്. ഈ പദ്ധതി കൊണ്ടുവന്നപ്പോൾ ഈ എന്ത് സ്മാർട്ട് സിറ്റി ഇല്ലെങ്കിൽ ഏത് സ്മാർട്ട് സിറ്റി എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴത്തെ ഭരണപക്ഷം അന്ന് പ്രതിപക്ഷമായിരുന്നവരൊക്കെ കളിയാക്കിയ ഒരു പദ്ധതിയാണ്. 2004 അന്ന് ഈ ആലോചന നടന്നത് ഉമ്മൻചാണ്ടി ഭരണകാലത്താണ്. PK കുഞ്ഞാലിക്കുട്ടിയായിരുന്നു അന്ന് IT മന്ത്രി. അതുകൊണ്ടാണ് ഇന്ന് കുഞ്ഞാലിക്കുട്ടി ആ വിഷയത്തിൽ വളരെ വൈകാരികമായിട്ട് കൂടിയൊക്കെ പ്രതികരിച്ചത്. കാരണം അന്നിട്ട ഉമ്മൻചാണ്ടി, ഇപ്പം നമ്മൾ തമാശയായിട്ട് പറയും ഉമ്മൻചാണ്ടി ഇട്ട കല്ലാണ് എന്ന് പറയുന്നത് പോലെ സ്മാർട്ട് സിറ്റിയുടെ തുടക്കവും 2004 ഉമ്മൻചാണ്ടിയിൽ നിന്നായിരുന്നു. ഉമ്മൻചാണ്ടി സർക്കാർ ഭരിച്ചിരുന്ന സമയത്തായിരുന്നു. പിന്നീടത് ദുബായ് ഇന്റർനെറ്റ് സിറ്റി ധാരണാപത്രം വരുന്നു 2005 ഈ സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു ധാരണയിലേക്ക് വരുന്നു. പിന്നീട് ഈ പറഞ്ഞ ഈ 10 വർഷം കൊണ്ട് ഒരു 88 ചതുരശ്ര അടി സ്ഥലം സൗകര്യമുണ്ടാക്കുക, ഇല്ലെങ്കിൽ അതിൽ ഒരു 70% IT-ക്കും അതുമായി ബന്ധപ്പെട്ട കമ്പനികൾക്കുമൊക്കെ നീക്കിവെക്കുക, 90,000 പേർക്ക് തൊഴിൽ ലഭ്യമാക്കുക തുടങ്ങിയ നിബന്ധനകളൊക്കെയുള്ള ഒരു കരാറാണ് ഉണ്ടായിരുന്നത്. പിന്നീട് സ്മാർട്ട് സിറ്റി 2011 വീണ്ടും VS-ഉം ടീകോമും തമ്മിൽ കരാറാവുന്നു. അന്നാണ് ഇത്രയും നിബന്ധനകൾ, ഇല്ലെങ്കിൽ ഈ ടീകോമുമായി ഉണ്ടാക്കിയിരുന്നത് പ്രതിവർഷം ഇത്ര പേർക്ക് തൊഴിൽ എന്നതുവരെയുള്ള ഒരു വ്യക്തമായ വ്യവസ്ഥയിലേക്ക് ആ പദ്ധതി പിന്നീട് എത്തിയത് ഇതിനു ശേഷമാണ്. പിന്നീട് 11 ഒക്ടോബറിലാണ് ഇതിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടന്നത്. അതായത് VS അച്യുതാനന്ദന്റെ കാലത്ത് ഇതിന്റെ മാതൃകമ്പനിയായിരുന്ന ദുബായ് ഹോൾഡിംഗ്സുമായി ഒപ്പുവെച്ച കരാറിൽ അതിലെന്തെങ്കിലുമൊക്കെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഈ പദ്ധതിക്ക് തടസ്സമുണ്ടാവുകയാണെങ്കിൽ മാത്രം സർക്കാർ നഷ്ടപരിഹാരം നൽകണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ നിർമ്മാണ ഉദ്ഘാടനത്തിന്റെ സമയത്ത് കരാറുണ്ടാക്കിയത്. ഈ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ആ സമയത്തൊക്കെ വലിയ രീതിയിലുള്ള ചർച്ചകളും വിവാദങ്ങളുമൊക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നീട് ഈ സ്മാർട്ട് സിറ്റി 2016 ഫെബ്രുവരി 20 ഒന്നാം ഘട്ടം ഉദ്ഘാടനം ചെയ്യുന്നു. ആ ഒന്നാം ഘട്ട ഉദ്ഘാടനത്തിലാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയ രീതിയിൽ, അതായത് ഈ പറഞ്ഞ സ്ഥലവുമായി ബന്ധപ്പെട്ടും സെസ്സുമായി ബന്ധപ്പെട്ടും പിന്നീട് അതിനുശേഷം ഈ ഒരു 50 ഏക്കർ സ്ഥലത്തിലെ റിയൽ എസ്റ്റേറ്റിൽ നിന്ന് കിട്ടുന്ന പണമെടുത്ത് ഇപ്പുറത്ത് ഉപയോഗിക്കാം എന്നൊക്കെ ഉള്ള ശ്രമങ്ങൾ നടന്നതുമായി ബന്ധപ്പെട്ടുമൊക്കെ നിരവധി വിവാദങ്ങൾ ആ സമയത്ത് തന്നെ നടന്നിട്ടുണ്ട്. ഈ ഒന്നാം ഘട്ട ഉദ്ഘാടനം 2016 നടക്കുന്ന സമയത്ത് തന്നെ. പിന്നീട് സംഭവിച്ചത് സ്മാർട്ട് സിറ്റി ഈ 246 ഏക്കർ ഭൂമിയിൽ, കാക്കനാട്ടെ ഒരു 246 ഏക്കർ ഭൂമിയിലാണുള്ളത്. ഈ 246 ഏക്കറിന്റെ കാര്യത്തിൽ ഇപ്പോഴും ഒന്നും ആയിട്ടില്ല എന്നുള്ളതാണ്. അതായത് വേണ്ട എന്ന് പദ്ധതി വെക്കുന്നുണ്ടെങ്കിലും ഇത് ആർക്ക് കൈമാറും എന്നുള്ള കാര്യത്തിലൊന്നും ഇതുവരെ വ്യക്തത വരുത്തിയിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ ഈ 246 ഏക്കർ ഭൂമിയിലാണ് സ്മാർട്ട് സിറ്റി എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നത്. പിന്നീട് 88 ലക്ഷം ചതുരശ്ര അടി കെട്ടിടം ടീകോം നിർമ്മിക്കണം എന്നുള്ളതായിരുന്നു ഈ കരാറിലെ ധാരണ. നേരത്തെ പറഞ്ഞതുപോലെ അന്നുണ്ടാക്കിയ ധാരണാപത്രത്തിൽ അത്തരം കാര്യങ്ങളെല്ലാം വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ തുടക്കത്തിലേ പറഞ്ഞതുപോലെ യൂത്തിന്റെ ഒരു വലിയ പ്രതീക്ഷ എന്ന് പറയുമ്പോൾ 99,000 ആളുകൾ എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ടെക്നോ സിറ്റിയിൽ ഇത്ര ആളുകൾക്ക് ജോലി ലഭിക്കുമെന്നുള്ളത് വലിയ പ്രതീക്ഷയായിരുന്നു. അതിന് 88 ലക്ഷം ചതുരശ്ര അടിയാണ് ഈ കെട്ടിടത്തിനായി ടീകോവുമായിട്ട് അന്ന് ധാരണയുണ്ടായിരുന്നത്. പിന്നീട് സ്മാർട്ട് സിറ്റി 69 ലക്ഷം ചതുരശ്ര അടി ഈ IT മേഖലയ്ക്ക് മാത്രമായിട്ട്, അതായത് ആ സമയം നമുക്കറിയാം IT ഇപ്പം എഞ്ചിനീയർമാരൊക്കെ ജോലിയില്ലാതെ ഈ പറയുന്ന പോലെ ഇന്ത്യയിൽ എവിടെയും ഒരു തരത്തിലും ജോലിയില്ലാതെ ഒരു അവസ്ഥയിലൊക്കെ നിൽക്കുന്ന സമയത്താണ് കൊച്ചിയിൽ ഇത് വരുന്നു എന്നുള്ളതിലൊരു പ്രതീക്ഷ വെച്ചിരുന്നത്. അങ്ങനെയാണ് ഈ ഏറ്റവും കൂടുതൽ സ്ഥലം, അതായത് 69 ലക്ഷം ചതുരശ്ര അടി എന്ന് പറയുമ്പോൾ ഈ ആ കെട്ടിടം IT മേഖലയ്ക്ക് മാത്രമായിട്ട് കൊടുക്കാമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. അപ്പോഴും പല രീതിയിലുള്ള എതിർപ്പുകൾ അതിലുണ്ടായിരുന്നു എന്നുള്ളത് മറ്റൊരു കാര്യം. സ്മാർട്ട് സിറ്റി 10% പോലും കെട്ടിടം നിർമ്മിച്ചില്ല എന്നുള്ളതാണ്. അതായത് ഇത് ഒഴിവാക്കാൻ നേരത്തെ തുടക്കത്തിലെ സൂചിപ്പിച്ചതുപോലെ ഒരു രീതിയിലും, അതായത് ആദ്യത്തെ വർഷമെങ്കിലും ഇവരോട് കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് ഒരു വ്യക്തത വരുത്താൻ ആവശ്യപ്പെടുകയും പക്ഷേ പിന്നീട് അതിൽ യാതൊരു തരത്തിലുമുള്ള വർക്കും നടന്നില്ല എന്നത് മാത്രമല്ല അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്കൊന്നും ഈ പറയുന്ന ടീകോം കടന്നില്ല എന്നുള്ളതാണ്. അത് ആരുടെ അലംഭാവമാണ്, ഇല്ലെങ്കിൽ ആരായിരുന്നു ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെയുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്.
ഈ സ്മാർട്ട് സിറ്റി 90,000 അതായത് നേരിട്ടുള്ള തൊഴിലവസരങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും പ്രതീക്ഷയോടെ നോക്കി നിന്ന ഒരു പദ്ധതിയായിരുന്നു. 90,000 പേരിലധികം ആളുകൾക്ക് ജോലി ലഭിക്കുക എന്നുള്ളത് സംബന്ധിച്ച് ഏറ്റവും പ്രതീക്ഷ വെച്ചിരുന്ന ഒരു കാര്യമായിരുന്നു. സ്മാർട്ട് സിറ്റിയിൽ ആകെ പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു വലിയ കാര്യം അത് തന്നെയാണ്. കാരണം ഇത്രയധികം തൊഴിൽ രഹിതരായിട്ടുള്ള ആൾക്കാരുണ്ട്, തൊഴിൽ ക്ഷാമമുണ്ട്. ആ സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു സ്മാർട്ട് സിറ്റി എന്ന പദ്ധതിയിലേക്ക് സർക്കാർ പോകുന്നത്. സ്വാഭാവികമായിട്ടും ജോലി കിട്ടുമെന്നൊക്കെയുള്ള പ്രതീക്ഷയായിരുന്നു. 10% തൊഴിൽ പോലും നൽകാനായില്ല എന്ന് മാത്രമല്ല, ആ തൊഴിൽ ആ സമയത്ത് കരാറിൽ ഏർപ്പെട്ടിരുന്നവരെ ഇല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നവരെല്ലാം മറ്റു മേഖലയിലേക്കും ഇല്ലെങ്കിൽ അത് അവസാനിപ്പിച്ച് തന്നെ പൂർണ്ണമായി മാറുകയായിരുന്നു ഉണ്ടായിരുന്നത്. ഇല്ലെങ്കിൽ അതാണ് യാഥാർത്ഥ്യം എന്നുള്ളതാണ്. അങ്ങനെയാണ് ഈ സ്മാർട്ട് സിറ്റിയുടെ തുടക്കം എന്ന് പറയുന്നത്. ഈ തുടക്കത്തിന് ശേഷമാണ് വർഷങ്ങൾക്കിപ്പുറത്ത് വീണ്ടും ആ സ്മാർട്ട് സിറ്റിയെ കുറിച്ച് കഴിഞ്ഞ ദിവസമാണ് മന്ത്രിസഭാ യോഗത്തിൽ, ഇപ്പം മന്ത്രിസഭാ യോഗത്തിന് ശേഷം നിരവധി കാര്യങ്ങൾ അതിൽ ചർച്ചയായെങ്കിലും ആ യോഗത്തിന് ശേഷം ഇവരിറക്കിയ ആ ഒരു പ്രസ്താവനയ്ക്കകത്ത് ചെറുതായിട്ട്, അതായത് ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഈ സ്മാർട്ട് സിറ്റിയെ കുറിച്ച് പ്രതിപാദിച്ചു പോകുന്നുള്ളത്. പക്ഷേ അത് അത്രയ്ക്ക് നിസ്സാരമായിട്ടുള്ള കാര്യമല്ല എന്ന് സർക്കാരിനും അറിയാം, പൊതുജനത്തിനും അറിയാം. എന്നിരിക്കെയാണ് വളരെ ചെറുതായിട്ട് ഈ ടീ കമ്പനിക്ക് ഇത്തരത്തിലൊരു നഷ്ടപരിഹാരം കൊടുക്കണം എന്നൊക്കെയുള്ള കാര്യത്തിലേക്ക് വരുന്നത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുമുള്ള വ്യക്തത സർക്കാർ വരുത്തിയില്ല എന്നുള്ളതാണ്. അതായത് ആ ഒരു വരിയിൽ അത് അവസാനിപ്പിച്ചു എന്നുള്ളതാണ് അതിലെ ഒരു പ്രശ്നമായി കാണുന്നത്. പിന്നീടാണ് നമ്മൾ ഈ പറയുന്ന റിപ്പോർട്ടുകളെല്ലാം വരുമ്പോഴാണ്, ഈ ധാരണ, ഈ കരാർ റിപ്പോർട്ടുകളെല്ലാം വരുമ്പോഴാണ് നമുക്ക് അതിനെക്കുറിച്ച്, അതിൽ എന്തായിരുന്നു കരാർ എന്നുള്ളതിനെക്കുറിച്ച്, പിന്നീട് BS വന്നപ്പോൾ ആദ്യത്തെ കരാർ തിരുത്തി എന്ന് പറയുന്നു. പക്ഷെ പിന്നീട് അത് തിരുത്തിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ BS ഉള്ള കരാർ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ ഈ കമ്പനിക്ക് അങ്ങോട്ടല്ല ഇങ്ങോട്ടാണ് നഷ്ടപരിഹാരം തരേണ്ടി വരിക എന്നുള്ളത് വളരെ വ്യക്തമാണ് അതിൽ നിന്ന് തന്നെ. ഇനി മുന്നോട്ടുള്ള വഴി എന്ത് എന്നുള്ളതാണ്. സർക്കാർ ഈ സ്ഥലം ഏറ്റെടുത്ത് IT വികസിപ്പിക്കാൻ പറ്റുന്ന കമ്പനികളുമായിട്ടൊക്കെ സഹകരിക്കുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം. പക്ഷേ അതിന് എത്രത്തോളം സർക്കാർ തയ്യാറാകും എന്നുള്ളതുണ്ട്. നേരത്തെ മുതലേ ഇത്തരത്തിലുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. പക്ഷേ അത് എത്രത്തോളം യാഥാർത്ഥ്യമാകും എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കേണ്ടതുണ്ട്. പിന്നെ ഇത് ആരെ ഏർപ്പെടുത്തിയാലും ഒരു സമയബന്ധിതമായിട്ട് കാര്യങ്ങൾ പൂർത്തിയാക്കുന്നുവെന്ന് ഉറപ്പുവരുത്തണം എന്നുള്ളതാണ്. ഈ സ്മാർട്ട് സിറ്റിയുടെ കാര്യത്തിൽ സംഭവിച്ചതുപോലെ, ഇല്ലെങ്കിൽ അതിൽ IT കമ്പനികൾ എന്നുള്ള കാര്യങ്ങളിലൊക്കെ സംഭവിച്ചതുപോലെ ഒരു IT മേഖലയുമായി ബന്ധപ്പെടുത്തിയിട്ട് ഈ സ്ഥലം മറ്റെന്തിനെങ്കിലും ഉപയോഗിക്കുകയാണെങ്കിൽ അത് കൃത്യമായി ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളൊരു വലിയ ഉത്തരവാദിത്വം കൂടി ഏറ്റെടുക്കേണ്ടതുണ്ട്. കാരണം ഇത്ര വർഷമായിട്ടും അതിലൊരു മാറ്റം വന്നില്ല എന്ന് പറയുമ്പോൾ സാധാരണ ജനങ്ങൾ പോലും ചിന്തിക്കുന്നത് ഇവരിത് ശ്രദ്ധിച്ചില്ലേ, ഇല്ലെങ്കിൽ എന്തുകൊണ്ട് കമ്പനിയെ മാറ്റിയില്ല, ഇത്ര വർഷമായിട്ടും എന്തുകൊണ്ട് ഒരു മാറ്റം വന്നില്ല എന്നൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും സർക്കാരിന് എത്രത്തോളം അതിൽ എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതൊക്കെ ഇനി വേണം അറിയാൻ. എന്തിനാണ് ഈ തീരുമാനം എടുത്തത് എന്നതിലുൾപ്പെടെ വ്യക്തത ഇനി വേണം വരാൻ. ഇതിന് ഒരു രാഷ്ട്രീയ ഇച്ഛാശക്തിയും ദൃഢനിശ്ചയവും സർക്കാർ കാണിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇതിലിപ്പം നമുക്ക് ഓരോ പദ്ധതികൾ വരുമ്പോഴും നമുക്കറിയാം രാഷ്ട്രീയമായിട്ട് അതിനെ ചർച്ച ചെയ്യുന്നവരുണ്ട്, ഇല്ലെങ്കിൽ അതിൻ്റെ ടെക്നിക്കൽ വശങ്ങളിലെ പ്രശ്നങ്ങൾ പറയുന്നവരുണ്ട്. ഏത് പദ്ധതിയാണെങ്കിലും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചർച്ചയായ സിൽവർ ലൈൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലാണെങ്കിലും ഇത്തരത്തിലുള്ള കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം, ഒരു ദൃഢനിശ്ചയം സർക്കാർ കാണിക്കണം എന്നുള്ളതാണ് മറ്റൊരു പോയിന്റ്. അതായത് ഒരു ചാഞ്ചാട്ടം ഈ പദ്ധതിയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഇനി തുടങ്ങാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് സർക്കാരിനുണ്ടാവുന്നതാണ് ഈ സ്മാർട്ട് സിറ്റി പോലെയുള്ള കാര്യങ്ങളിൽ സംഭവിച്ചതുപോലെ മറ്റൊരു പ്രശ്നമായിട്ട് സർക്കാരിന് തന്നെ ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകാനുണ്ടാവുന്ന സ്വാഭാവികമായിട്ടുമുള്ള കാര്യം. മറ്റൊന്ന്, ഈ റിയൽ എസ്റ്റേറ്റ് കച്ചവടത്തിനുള്ള പദ്ധതിയാണ് എന്ന പ്രതിപക്ഷത്തിന്റെ ആക്ഷേപം. അത് വളരെ ക്ലിയർ ആയിട്ട് ഇപ്പം നേരത്തെ മുതൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഒരു കാലഘട്ടത്തിൽ ഇതിനെക്കുറിച്ച് ചർച്ചകളൊന്നും ഇല്ലായിരുന്നെങ്കിലും പ്രതിപക്ഷത്തിന് എപ്പോഴും അത്തരത്തിലുള്ളൊരു വിമർശനം എന്നും ഉയർത്തിയിരുന്നു. ഇന്നിപ്പോൾ പ്രതികരിച്ച പ്രതിപക്ഷ നേതാവാണെങ്കിലും മുൻ പ്രതിപക്ഷ നേതാവാണെങ്കിലും അന്നത്തെ, അതായത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ സമയത്ത് സ്മാർട്ട് സിറ്റി എന്ന പദ്ധതി കൊണ്ടുവന്ന സമയത്തുണ്ടായിരുന്ന IT മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയാണെങ്കിലും പ്രതികരിക്കുന്നത് ഈ പറയുന്ന 247 ഏക്കർ ഭൂമി ആർക്ക് കൈമാറും എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. അത് സ്വന്തക്കാർക്ക് നൽകാനുള്ള സർക്കാരിന്റെ ഒരു നീക്കമാണ് എന്നൊക്കെയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചത്. 10 വർഷക്കാലം കേരളത്തിലെ ചെറുപ്പക്കാരെ വഞ്ചിച്ച ടീകോമിനെതിരെ നടപടിയെടുക്കണമെന്ന് മന്ത്രിസഭാ യോഗ തീരുമാനം കരാറിന് വിരുദ്ധമാണെന്നുമൊക്കെ രമേശ് ചെന്നിത്തലയും വ്യക്തമാക്കിയിരുന്നു. ഒപ്പം തന്നെ ഈ ടീകോമിന് നഷ്ടപരിഹാരം കൊടുക്കാനുള്ളൊരു തീരുമാനം കരാറിന് വിരുദ്ധമെന്ന്
അന്നത്തെ IT വിദഗ്ധനായിരുന്ന VS അച്യുതാനന്ദൻ ഭരിച്ചിരുന്ന സമയത്തെ അദ്ദേഹത്തിന്റെ IT ഉപദേഷ്ടാവായിരുന്ന ജോസഫ് സി മാത്യു നമ്മളോട് ഇന്ന് പ്രതികരിച്ചു. അതായത് ചില മൂലധന ശക്തികൾ കൂടി ആലോചിച്ചെടുത്ത തീരുമാനമാണ് ഇതിന് പിന്നിലെന്നാണ് അദ്ദേഹവും അഭിപ്രായപ്പെടുന്നത്. എല്ലാ നിബന്ധനകളും അംഗീകരിച്ചാണ് അവർ കരാറിൽ ഏർപ്പെട്ടതെന്നും VS അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്ത് IT ഉപദേഷ്ടാവായിരുന്ന ഈ ജോസഫ് സി മാത്യു ഇന്ന് മീഡിയ വണ്ണോട് പ്രതികരിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. കരാർ അനുസരിച്ച് നമ്മൾ അവർക്ക് കരാർ കൊടുക്കുന്നത് നമുക്കതിൽ നിന്നുള്ള നേട്ടം എന്ന് പറയുന്നത് IT തൊഴിലുകൾ ലഭിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മളിവിടെ വസ്തു ഇത്രയും പ്രശ്നമായിട്ടുള്ളൊരു സ്ഥലത്ത് 246 ഏക്കർ സ്ഥലം ഏറ്റെടുത്തു. ഇൻഫോ പാർക്കിനോട് ചേർന്നുള്ള സ്ഥലത്ത് അവർക്ക് നൽകി. അപ്പോൾ അതനുസരിച്ച് അവർ 10 വർഷം കൊണ്ട് 88 ലക്ഷം ചതുരശ്ര കെട്ടിടം കെട്ടുക മിനിമം. അതിൻ്റെ 70% IT സ്ഥാപനങ്ങൾക്ക് മാത്രം വാടകയ്ക്ക് നൽകുക. ഇതായിരുന്നു അവരൊരു റിയൽ എസ്റ്റേറ്റ് സ്ഥാപനമാണെന്ന് അറിഞ്ഞിട്ടും നമ്മുടെ ഉറപ്പതായിരുന്നു. അപ്പോൾ അവരത് അത്രയും ചെയ്തു കഴിഞ്ഞാൽ ആ സ്ഥലങ്ങൾ 90,000 തൊഴിൽ ലഭിക്കും എന്നതായിരുന്നു നമ്മുടെ ഉറപ്പ്. അപ്പോൾ ഈ നിബന്ധനയൊക്കെ അംഗീകരിച്ച് അവർ വന്ന് കരാറിൽ ഏർപ്പെട്ടതാണ്. അപ്പോൾ ഇതിനൊരു ദിശാബോധം കൊടുക്കുന്ന തരത്തിൽ നമുക്കും കൂടി ഡയറക്ടർ ബോർഡിലൊരു മെമ്പർഷിപ്പ് വേണം, അത് 26% വേണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. 16% ലഭിച്ചുള്ളൂ. അപ്പോൾ അതനുസരിച്ച് അവർക്കൊരു ഗൈഡ് ലൈൻ കൊടുക്കാൻ, നമ്മുടെ വഴിക്ക് അവരെ കൊണ്ടുവരാനൊക്കെ ഇവർ ശ്രമിക്കേണ്ടതാണ്. മുഖ്യമന്ത്രി ചെയർമാനായിട്ടുള്ള ഒരു ഡയറക്ടർ ബോർഡ്, IT സെക്രട്ടറി അതിൽ അംഗമായിരിക്കുന്നു. അപ്പോൾ അവർ ഈ കരാറിൻ്റെ ഭാഗമായിട്ട് 10 വർഷം കഴിയുമ്പോൾ 88 ലക്ഷം ചതുരശ്ര അടിയെന്ന് മാത്രമല്ല, ഓരോ വർഷവും എത്ര നിർമ്മിക്കണം എന്നുള്ളത് അതിൻ്റെ അനക്ഷർ ബിയിൽ ചാർട്ട് വരച്ച് അനക്ഷർ ബി ഒരു ലീഗൽ കമ്മിറ്റ്മെൻ്റ് ആക്കി ഉള്ള ഒരു എഗ്രിമെൻ്റാണ് അതിലുള്ളത്. അപ്പോൾ 1-ാം വർഷം തന്നെ അവർ വീഴ്ച വരുത്തി, ആരും ഇടപെട്ടില്ല. ഇപ്പോൾ 10-ാം വർഷം വീഴ്ച വരുത്തി 2020 തീരേണ്ടതാണ്. ഇപ്പോൾ 2024 ആയപ്പോൾ അവർ ഒഴിഞ്ഞു പോവുകയാണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ച് തുടക്കകാലം മുതലേ ഈ പദ്ധതിയുമായി, സ്മാർട്ട് സിറ്റി പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളായതുകൊണ്ട് അദ്ദേഹത്തിന് അത് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാൻ കഴിയും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ മീഡിയ വൺ ഉൾപ്പെടെയുള്ള എല്ലാ മാധ്യമങ്ങളും കൃത്യമായ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ അദ്ദേഹത്തിൽ നിന്നാണ് സ്വീകരിച്ചിരുന്നത്. ആ സമയത്ത് എങ്ങനെ തുടങ്ങി, എവിടേക്ക് എത്തി നിൽക്കുന്നു എന്നൊക്കെയുള്ളതിന്റെ കൃത്യമായ വിവരങ്ങളാണ് അദ്ദേഹം നൽകിക്കൊണ്ടിരുന്നത്. ഈ സ്മാർട്ട് സിറ്റി, അപ്പോഴെല്ലാം ഉയരുന്നൊരു ചോദ്യം, ഈ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ നിന്ന് ഒഴിവായ ടീകോമിന് നഷ്ടപരിഹാരം നൽകാനുള്ള സർക്കാരിന്റെ നീക്കത്തിലെ കള്ളക്കളി എന്താണ് എന്നുള്ളതാണ്. അതായത് നിലവിലെ വ്യവസ്ഥയനുസരിച്ച് ടീകോമിൽ നിന്നല്ലേ സർക്കാർ നഷ്ടപരിഹാരം ഈടാക്കേണ്ടത്. എന്തെങ്കിലും കാരണവശാൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നാണ് പദ്ധതിക്ക് തടസ്സമുണ്ടാകുന്നതെങ്കിൽ മാത്രമാണ് സർക്കാർ നഷ്ടപരിഹാരം നൽകേണ്ടത് എന്നിരിക്കെ എന്തിനാണ് ആ വ്യവസ്ഥകളെല്ലാം വിരുദ്ധമായി സർക്കാരിന്റെ ഈ ഒരു നീക്കം എന്നുള്ളതാണ് വലിയ ചോദ്യം. സാമ്പത്തികമായി ദുർബലാവസ്ഥയിലുള്ള ഈ ഒരു സമയത്ത് ഈ നഷ്ടപരിഹാരം നൽകൽ സർക്കാരിന് അധിക ബാധ്യതയായി മാറില്ലേ എന്നും ചിന്തിക്കുന്നുണ്ട്. കുറച്ചുകൂടി വ്യക്തമാക്കും KR സാജു. ധന്യ, VS അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്താണ് സ്മാർട്ട് സിറ്റി പദ്ധതിക്കായി ടീകോമുമായി സംസ്ഥാന സർക്കാർ കരാർ ഒപ്പിടുന്നത്. ടീകോം കരാർ പ്രകാരമുള്ള കാര്യങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കിയിട്ടില്ല. അപ്പോൾ ടീകോമിന് എങ്ങനെ നഷ്ടപരിഹാരം കൊടുക്കും എന്നുള്ള ചോദ്യമാണ് പ്രധാനമായും പ്രതിപക്ഷം അടക്കം ഉയർത്തുന്നത്. കാരണം വീഴ്ച ആര് വരുത്തിയാലും അവർക്കെതിരെ നടപടിക്ക്, അല്ലെങ്കിൽ അവരിൽ നിന്നും ചെലവും നിക്ഷേപവും ഈടാക്കാനുള്ള വ്യവസ്ഥ 2007 ഒപ്പിട്ട കരാറിലുണ്ടായിരുന്നു. അത് ടീകോം ആണെങ്കിലും സംസ്ഥാന സർക്കാരാണെങ്കിലും. അങ്ങനെ അതിൻ്റെ മൂല്യനിർണ്ണയം ഒരു ചാർട്ടേഡ് അക്കൗണ്ടിൻ്റെ സാന്നിധ്യത്തിൽ രണ്ടുപേർക്കും കൂടിയുള്ളൊരു സമവായത്തിലൂടെ എത്തി നടപ്പിലാക്കുക എന്ന രീതിയിലാണ് അത് കരാറിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ അപ്പോഴും നിക്ഷേപവും ചെലവുകളുമൊക്കെ തിരിച്ചുപിടിക്കാനുള്ള അവകാശമുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ സംസ്ഥാന സർക്കാർ ചെയ്യുന്നത് പകരമായി ടീകോമിന് അങ്ങോട്ട് പൈസ കൊടുത്തു ഒഴിപ്പിക്കുക എന്ന രീതിയാണ് സ്വീകരിക്കുന്നത്. ഇതാണ് ഇതിന് പിന്നിൽ അഴിമതിയുണ്ടെന്നും ഭൂമി കച്ചവടം ഉണ്ട് എന്നതുമടക്കമുള്ള ആരോപണങ്ങളുമായി പ്രതിപക്ഷത്തെ രംഗത്തേക്ക് എത്തിയത്. വൻ അഴിമതിയാണെന്ന് പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവുമൊക്കെ ആരോപണം ഉന്നയിക്കുകയും അവർ സർക്കാരിനാണ് വീഴ്ച പറ്റിയതെങ്കിൽ എന്ത് വീഴ്ചയാണ് എന്ന് തുറന്നു പറയണമെന്ന് ആവശ്യപ്പെടുന്നു. ഈ ഭൂമി ഏറ്റെടുത്ത ശേഷം മറ്റാർക്കോ നൽകാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന ആരോപണവും പ്രതിപക്ഷം ഉയർത്തിക്കഴിഞ്ഞു. പക്ഷേ അതിൻ്റെയൊക്കെ വസ്തുതകൾ നമ്മൾ പരിശോധിച്ചു വരുമ്പോഴും ഈ കരാറുമായി ബന്ധപ്പെട്ട് അപ്പോഴും ചില അവ്യക്തതകൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു എന്നാണ്. 2014 CAG റിപ്പോർട്ട് ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ടീകോമിന്റെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായാൽ അവരിൽ നിന്നും നഷ്ടപരിഹാരവും ഇൻഷുറൻസും ഒക്കെ ഈടാക്കാനുള്ള, പെനാൽറ്റിയും ഇൻഷുറൻസും ഒക്കെ ഈടാക്കാനുള്ള സംവിധാനം, വ്യവസ്ഥ ഈ കരാറിലില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കപ്പെട്ടിരുന്നു. അത് പ്രധാനപ്പെട്ട പ്രശ്നമായി ഈ ഘട്ടത്തിൽ, അതായത് പദ്ധതി പരാജയപ്പെടുന്ന ഈ ഘട്ടത്തിൽ വരികയാണ്. പദ്ധതി പരാജയപ്പെടുമ്പോഴും ടീകോമിൽ നിന്നും ആ പണം ഈടാക്കാനല്ല സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത്. ടീകോം പണിത കെട്ടിടത്തിൻ്റെയും മറ്റും വില നിശ്ചയിച്ചുകൊണ്ട്
കൊടുത്തുകൊണ്ട് അത്തരത്തിൽ ടീകോമിന് അങ്ങോട്ട് പണം കൊടുത്തുകൊണ്ട് ഭൂമി തിരികെ ഏറ്റെടുക്കുക എന്ന നടപടികളിലേക്കാണ് പോകുന്നത്. ഇതാണ് വലിയ വിവാദങ്ങളിലേക്ക് വന്നു ചേർന്നിരിക്കുന്നത്. ഇപ്പോൾ 13 വർഷത്തിന് ശേഷം പദ്ധതി പരാജയമാണ് എന്ന് സംസ്ഥാന സർക്കാർ സമ്മതിക്കുമ്പോൾ എത്തിച്ചേരുന്ന അവസ്ഥ സംസ്ഥാനത്തിന് നഷ്ടപരിഹാരം ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല, അങ്ങോട്ട് പണം കൊടുത്ത് ടീകോമിനെ കുടിയൊഴിപ്പിക്കാൻ പോകുന്നു എന്നതിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇപ്പോഴും സംസ്ഥാന സർക്കാർ ഇതേക്കുറിച്ച് കാര്യമായ പ്രതികരണങ്ങൾ നടത്തുന്നില്ല. ഇന്നലെ തന്നെ വാർത്താക്കുറിപ്പിന് ഇടയിൽ മന്ത്രിസഭാ യോഗത്തിന്റെ വിവിധ തീരുമാനങ്ങളുടെ വാർത്താക്കുറിപ്പിന്റെ ഇടയിൽ ഒരു പാരഗ്രാഫായിട്ടായിരുന്നു ഇക്കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരുന്നത്. നമ്മൾ പരിശോധിക്കുമ്പോൾ ഇനി എന്ത് ചെയ്യുമെന്ന ചോദ്യത്തിന് വേറെ കമ്പനികൾ, 100-ലധികം കമ്പനികൾ കാത്തിരിക്കുന്നുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് സംസ്ഥാന സർക്കാർ വിശദീകരിക്കുന്നത്. അതായത് സർക്കാർ ഇപ്പോൾ ഒരു നിക്ഷേപ പങ്കാളിയെ, ടീകോമിനെ പോലെയുള്ള ഒരു നിക്ഷേപ പങ്കാളിയെ തേടുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. അങ്ങനെ നടന്നില്ലെങ്കിൽ ഇൻഫോ പാർക്കിന്റെ അടുത്ത ഘട്ടത്തിന്റെ വികസനം എന്ന പേരിൽ ഈ വികസനത്തിനായി ഈ ഭൂമി ഇൻഫോ പാർക്കിന് കൈമാറിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നുണ്ട്. കാരണം 150-ലധികം കമ്പനികൾ ഇൻഫോ പാർക്കിൽ ഭൂമി ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ തന്നെ സംസ്ഥാന സർക്കാരിന് മുന്നിൽ അപേക്ഷ സമർപ്പിച്ച് കാത്തിരിക്കുന്നുണ്ട്. അവർക്ക് കൊടുക്കാൻ അവിടെ ഭൂമി ഇല്ലാത്ത പ്രശ്നം നേരിടുകയാണ്. സ്വാഭാവികമായും അങ്ങനെ സംസ്ഥാന സർക്കാരിന് ഇത് ഇൻഫോ പാർക്ക് വികസനത്തിന്റെ ഭാഗമാക്കി വേണമെങ്കിൽ മാറ്റാൻ കഴിയും. അപ്പോഴും സാജി പറഞ്ഞതുപോലെ അങ്ങനെയും ഒരു ഓപ്ഷൻ സർക്കാരിന് മുമ്പിലുണ്ട്. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. നിരവധി കമ്പനികളാണ് ആവശ്യങ്ങളുമൊക്കെയായി മുന്നിൽ നിൽക്കുന്നത്. പക്ഷേ എന്തായിരിക്കും സർക്കാരിന്റെ തീരുമാനം എന്നത് അറിയേണ്ടതുണ്ട്. ഇത്രത്തോളം വിവാദമായ സാഹചര്യത്തിൽ സർക്കാർ ഇതിൽ ഇനി എങ്ങനെ പ്രതികരിക്കും എന്നുള്ള കാര്യം കൂടി അറിയേണ്ടതുണ്ട്. ഇതിലൊരു കൃത്യമായ വിശദീകരണം സർക്കാർ നൽകേണ്ട ആവശ്യകതയും കൂടി വരികയാണ്.